നമ്മുടെ മലേഷ്യൻ കറക്കത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണിത്. കോലാലംപൂർ ബേർഡ് പാർക്കിലേക്കാണ് അപ്പോൾ നമ്മൾ പോണത്. വളരെ വിശാലമായി ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു ബേർഡ് പാർക്ക് പരന്നു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാപ്പിൻ്റെ സഹായം ഇല്ലാതെ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വട്ടം തിരിഞ്ഞു പോകും. ബാബുജി വഴി കാണിച്ചു തരുമോ? നടക്ക് എന്നെ കയറ്റി വിടണേ കൂടെ പുള്ളി ഇത് വിളിച്ചോ പള്ളിപ്പിടി എന്നെ ഇത് നീക്കിക്ക പ്ലാസ്റ്റിക്കാണ് നീക്ക് ഇങ്ങനെ കൊടുക്കല്ലേ. തത്ത നോക്കി ഉണ്ണി തത്ത കണ്ടോ പച്ചത്തത്തേനല്ലേ കണ്ടുള്ളൂ. ഇത് നീലത്തത്ത ഉണ്ണിയുണ്ടോ നീലത്തത്തേനെ? എല്ലാം കൊടുക്കടോ. മനോ സാറിന് വീട്ടിലില്ലേ ഇത്? ആ സംസാരിക്കൊക്കെ ഇനി തത്തയ്ക്ക് തീറ്റ കൊടുക്കണോ? ഇനി വെച്ചേക്കെന്താ തന്നെ എടുത്ത് തിന്നാൻ വെച്ചതാ. നമ്മള് വീഡിയോ കൊടുക്കാൻ പാടില്ല. നടക്ക് അവിടെ ഓരോ പിടിച്ചിടാ. 4 സോണുകളായിട്ടാണ് ഇവിടെ പക്ഷികളെ അവർ തുറന്നു വിട്ടിട്ടുള്ളത്. ഒരു കാടിന് മുകളിൽ നെറ്റടിച്ച് അതുപോലെ കൂട് കെട്ടിയിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ടാൽ നമുക്ക് വളരെ വിശാലമായി ഇതിനകത്ത് നടന്ന് കാണാനും പറ്റും. അതുപോലെ ഈ പക്ഷികൾ പുറത്തേക്ക് പറന്നു പോകില്ല. നാച്ചുറൽ ഫീൽ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറേ ചെറിയ തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഇതിനകത്ത് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. കൊക്ക് എന്താണത്? മയിൽ. ഈ ആരാ റോട്ട് കൂടെ നടക്കണ്? ആരെയും പോണേ? ആ അതാ പോയി. മയിലൊക്കെ ഉണ്ടോ? അതാ പറയണ്ട. നമുക്ക് ഇവരെന്നെ കൊച്ചിന്ന് വിളിക്കാം. അത് പോണ്ട, അത് കൊത്തൂട്ടാ. അതെ ഇതെന്താ കാരണം? ഇത് കൊച്ചി ഷോ. ഇഷ്ടം പോലെ മനുഷ്യന്മാരെ കാണുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിലെ പക്ഷികൾക്ക് നമ്മളത്ര പേടിയൊന്നുമില്ല. നമ്മുടെ അടുത്തേക്ക് വരുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നതുകൊണ്ടോ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ തന്നെ ഓടിപ്പോകുന്ന ഒരു മയിലിൻ്റെ അടുത്താണ്, ഇത്രയും തൊട്ടടുത്താണ് ഞാൻ എത്തിയിട്ടുള്ളത്. അനങ്ങാതിരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇത് ജീവനുള്ള മൂങ്ങിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയില്ല. പ്രതിമകൾ വെച്ച പോലെയാണ് അവരവിടെ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ വേറെ ആളെ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ കാണുന്ന പക്ഷികൾ മാത്രമല്ല, ഒരുപാട് വളരെ വെറൈറ്റി ആയിട്ടുള്ള പക്ഷികൾ നമുക്കിതിനകത്ത് കാണാനുണ്ട്.
ഇവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വരെയുള്ള ചാൻസ് നമുക്കുണ്ട്. നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു മയിൽ പീലിയൊക്കെ വിടർത്തി ആടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അടുത്തെത്തുന്നതിന് മുമ്പ് അത് പതുക്കെ സൈഡിലേക്ക് മാറി നിന്നിട്ടുണ്ട്. ഇപ്പോൾ അത് അതിൻ്റെ ആട്ടമൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ ഇണേനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. വളരെ വലിയൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന അതേ ഫീലാണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നത്. ഇത്രയും നീറ്റും ക്ലീനും ആയിട്ട് ഈ ഒരു പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. 200-ലധികം വ്യത്യസ്ത ഇനങ്ങളുള്ള പക്ഷികളെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. സ്വദേശിയും വിദേശിയായിട്ടുള്ള എല്ലാത്തിൻ്റെയും എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് 3000-ന്റെ മുകളിൽ വരും. കൂടുതൽ പക്ഷികളെയും അവരുടെ ആവാസ വ്യവസ്ഥയിൽ എന്നുള്ള പോലെ തന്നെ ഫ്രീ ആയിട്ട് തുറന്നു വിട്ടിട്ടുള്ളതാണ്. കുറേ എണ്ണത്തിന് മാത്രമാണ് അവർ കൂട്ടിലടച്ചിട്ടുള്ളത്. ഒരു 3-4 മണിക്കൂറെങ്കിലും നടന്ന് കാണാനുള്ള സംഗതികൾ ഈ ഒരു പാർക്കിനകത്തുണ്ട്. വലിയ 2 ഒട്ടക പക്ഷികൾ ഈ ഒരു സൈഡിൽ നിന്ന് എന്തോ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ വല്ലാതെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അയ്യോ കണ്ടു കണ്ടു. ഇതാണ് മോനെ കോലാലംപൂർ കുരങ്ങ്. കൊത്തരുത് ചേട്ടാ, ചേച്ചി ആയിരിക്കില്ലേ? അയ്യോ ആരാട്ടാ ഏട്ടൻ്റെ കൂടെ നടക്കണേ? ബ്ലോക്ക് ചെയ്ത് കൊത്തിട്ടാ. ഞാനിപ്പോ എങ്ങനെ അങ്ങോട്ട് വരും? അവിടെ വെള്ളച്ചാട്ടം ഉണ്ടാക്കി നോക്കി. ആരാ നിങ്ങളൊക്കെ? ജോൺ 3. പക്ഷികൾക്ക് പുറമെ കോഴിക്കാർപ്പ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള കുറച്ച് മീനുകളെയും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എല്ലായിടത്തും നമുക്ക് ഇരിക്കാനുള്ളതും അതുപോലെ ഈ ഒരു പ്രകൃതിയെ ആസ്വദിക്കാനുള്ളതായിട്ടുള്ള എല്ലാവിധ സെറ്റപ്പും ഉണ്ട്. 2 വലിയ വാതിലുകൾ കടന്നിട്ട് വേണം ഓരോ സോണിനകത്തേക്കും നമുക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ ഈ പക്ഷികൾ ഒരു സോണിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ സോണിലേക്കോ അല്ലെങ്കിൽ ഇതിന് പുറത്തേക്കോ രക്ഷപ്പെടാതിരിക്കും. സാധാരണ രീതിയിൽ പക്ഷികളെ പിടിച്ച് കൂട്ടിലിട്ട് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലല്ല ഇവിടെ കാര്യങ്ങളെല്ലാം. ഈ ഒരു സോൺ പോറിനകത്ത് നമുക്കൊരു ബേർഡ് ഷോ കാണാൻ പറ്റും കേട്ടോ. നമുക്കിതിനകത്ത് പോയിരുന്ന് ഈ ബേർഡ്സിനെയൊക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനും അതുപോലെ ഇവരുടെ കുറച്ച് കളികളൊക്കെ കാണാനും നമുക്ക് പറ്റും. പിടിക്കാൻ പറ്റില്ല. ഹലോ 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 ഹലോ. ആംഫി തിയേറ്റർ. അതോ മൈനനെ പോലൊരു പക്ഷി. ആ
ആരെവിടെ നാടുണ്ട് കേട്ടാ, ആരെവിടെ നാടിന് ആട് നോക്കി വൈബ് വൈബ് ചെയ്തോണ്ടിരിക്കേ കണ്ട. അതിന് ഉറക്കം വരുന്നുണ്ട് പാവം. ഇതെന്ത് കോഴീനെ കൊടുന്ന് കൂട്ടിലിട്ടിക്കുക നോക്കി. ഇതൊക്കെ ചീറ്റിങ് അല്ലേ അല്ലേ? അയ്യോടാ അതാ ഇന്നെ നോക്കണേ. നടക്കില്ല പക്ഷെ ഇവർക്ക് കുറച്ചുകൂടി വലിയ ഗ്രില്ലാക്കായിരുന്നു അല്ലേ? വലിയ ഗ്രില്ലാക്കായിരുന്നു, അതിനടുത്ത് കാണാമായിരുന്നു. ഇനി ഇവിടുത്തെ നമ്മളൊരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള വാട്ടർഫോൾസ് കാണാൻ പോവാണ്. വെള്ളച്ചാട്ടം കാണാൻ പോട്ടെ. ഓക്കെ ഓക്കെ ബൈ. സാധാരണ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് മുകളിൽ നിന്നോ അല്ലെങ്കിൽ താഴത്തുനിന്നോ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ട് നമുക്ക് ഈ ഒരു വെള്ളം ചാടുന്ന ഈ ഒരു സീനൊക്കെ കാണാൻ പറ്റും. ആസ്വദിച്ചിരിക്കണേ ഇരിക്കണൊക്കെ. ഇനി നമ്മൾ അടുത്തത് ബേർഡ് സ്കൂളിലേക്കാണ് പോണത്. പേര് കേൾക്കുമ്പോൾ പക്ഷികളെ പഠിപ്പിക്കുന്ന സ്കൂളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇവിടെ നമുക്ക് ഈ പക്ഷികളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ നമ്മൾക്കാണ് പഠിപ്പിച്ചു തരുന്നത്. ബേർഡ് വാച്ചിങ്ങിന്റെ എക്യുപ്മെന്റ്സാ. ഹോൺബിൽ ഡാൻസ്. ഹോൺബിൽ ഇവരുടെ നാഷണൽ പക്ഷിയല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവിടെ കോഴിമുട്ട വിരിയിപ്പിക്കുന്നതും അവരെ പരിപാലിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാനും പറ്റും. അങ്ങനെ നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് നമ്മളോട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ മലേഷ്യയിലെ ഒരുവിധം എല്ലാ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോസും കാണാത്തവർക്കായിട്ട് ബാക്കി വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.